Hello all, good afternoon. This is Shirin again with yet another live session. Hello, how are you all? Okay, I can see people joining. Welcome everybody. Okay, so how was your weekend? Weekend ഒക്കെ അടിച്ചു പൊളിച്ചോ? And അടിച്ചു പൊളിക്കൽ മാത്രമല്ല, ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും ടൈം കണ്ടെത്തി. അറിയാം ബിസി ഷെഡ്യൂൾ ഉള്ളവരുണ്ടായിരിക്കും, സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ആൻഡ് വർക്കിംഗ് പീപ്പിൾ ഉണ്ടായിരിക്കും, നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ടൈം കണ്ടെത്തുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ റെയ്സ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീക്കിംഗ് ആണ്. സോ ഇറ്റ്സ് മൺഡേ റൈറ്റ്. നമുക്ക് മൺഡേ കുറച്ച് ഹോളിഡേയ്സ് ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് സ്പീക്കിങ്ങിന്റെ ലൈവ് നമുക്ക് മിസ്സായിട്ടുണ്ട്. നമുക്ക് ബാക്കി റെസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഓഫ് ദി വീക്കിൽ നമുക്ക് ഒരുപാട് ലൈവുകൾ പോകുന്നത് കൊണ്ടാണ് സ്പീക്കിങ്ങിന്റെ ലൈവ് നമുക്ക് വേറൊരു ദിവസം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്തത്. നമുക്കറിയാം ട്യൂസ്ഡേ റീഡിങ് പോകുന്നുണ്ട്, വെനസ്ഡേ നമുക്ക് ഗ്രാമർ സെഷൻസ് ഉണ്ട്, ദെൻ തേഴ്സ്ഡേ നമുക്ക് റൈറ്റിംഗ് ടാസ്ക് 2 പോകുന്നുണ്ട്, പിന്നെ ഫ്രൈഡേ ലിസണിങ് ആൻഡ് സാറ്റർഡേ നമുക്ക് റൈറ്റിംഗ് ടാസ്ക് 1 പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് വേറൊരു ദിവസം ചെയ്യാൻ പറ്റാത്തത്. ഹായ് എലൻ. ഓക്കെ, സോ ഇന്ന് നമ്മൾ സ്പീക്കിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ശ്രുതി മാമും ഞാനും കൂടിയാണ് സ്പീക്കിംഗ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് സ്പീക്കിംഗിൽ ഡിസ്കസ് ചെയ്തത് എന്ന് നോക്കാം. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് another minute. I hope എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് let them join. Okay, now let's move on to our slide and see നമ്മൾ ഇതുവരെ സ്പീക്കിംഗിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം. അപ്പൊ സ്പീക്കിംഗിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് IELTSന്റെ സ്പീക്കിംഗ് ഓവർവ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ദെൻ നമ്മള് പിന്നെ IELTSന്റെ 3 പാർട്സ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അസസ്മെന്റ് ക്രൈറ്റീരിയ, എങ്ങനെയാണ് സ്പീക്കിംഗ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ക്യൂ കാർഡ് അല്ലെ, ക്യൂ കാർഡ് ശ്രുതി മാം ആണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ശ്രുതി മാമിന്റെ ക്ലാസ്സുകളിൽ നിങ്ങൾ ക്യൂ കാർഡ് ഡിസ്കഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. ദെൻ പാർട്ട് 1 എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ പാർട്ട് 2 ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കഴിഞ്ഞ ലൈവില് പാർട്ട് 2 ഓഫ് സ്പീക്കിംഗ് നോട്ട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് ദാറ്റ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 3 ആണ്. IELTS സ്പീക്കിങ്ങിന്റെ പാർട്ട് 3. നമുക്കറിയാം 3 പാർട്ടും ഇമ്പോർട്ടന്റ് ആണല്ലേ. ഈ 3 പാർട്ടിലെയും നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് ബാൻഡ് സ്കോർ. നമ്മൾ ഇതെല്ലാം ഓൾറെഡി നമ്മൾ പ്രീവിയസ് ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ദാറ്റ് പാർട്ട് 1 നിങ്ങളെ അളക്കുന്നത് വേറൊരു രീതിയിലാണ്, പാർട്ട് 2 നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അളക്കുന്നത് വേറൊരു രീതിയിലാണ്, ആൻഡ് പാർട്ട് 3 വേറൊരു രീതിയിലാണ്. സോ all the 3 parts of IELTS speaking are important എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാർട്ട് എന്താണ്, ആ പാർട്ടിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹായ് നിഹാരിക. ഹായ് മാം, ഇസ് ഇറ്റ് നെസസറി ടു ഇംപ്രസ് ദ എക്സാമിനർ ഫോർ സ്പീക്കിംഗ്? ഇംപ്രസ് എന്നുള്ളത് നമുക്ക് ഇഫ് യു ആർ നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് വൈസ് ആണെങ്കിൽ നമുക്കറിയാം ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഇംപ്രസ് ദ എക്സാമിനർ ഇസ് നോട്ട് നെസസറി. ഓക്കെ, നമ്മൾ ഇംപ്രസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് നെസസറി. ബട്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് വൊക്കാബുലറി ആൻഡ് റൈറ്റ് അപ്രോപ്രിയേറ്റ് വൊക്കാബുലറി, നിങ്ങളുടെ പ്രൊഫിഷ്യൻസി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഷോക്കേസ് ചെയ്യാം. ഓക്കെ, ആ ഒരു രീതിയിൽ വളരെ പൊളൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, നിങ്ങളുടെ വാരിഡ് വൊക്കാബുലറി എല്ലാം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഷോക്കേസ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ബാൻഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ ബാക്കിയുള്ള കാര്യത്തിൽ നമ്മൾ ഇംപ്രസ് ചെയ്യണം എന്ന്, എക്സാമിനറെ ഇംപ്രസ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് വളരെ പൊളൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. Okay, now let's move on to our topic today. Let's move on to the next slide and see IELTS speaking part 3. അപ്പോൾ പാർട്ട് 3 എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിസ്കഷൻ അല്ലെ, ഒരു ഡിസ്കഷൻ ആണ്. അപ്പം നമ്മൾ അങ്ങനെ ഡിസ്കഷൻ എന്ന് പറയുമെങ്കിലും നിങ്ങളടുത്ത് എക്സാമിനർ ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻഡ് നമ്മൾ പാർട്ട് 1 ഉള്ള പോലെ കുറച്ച് പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ
ഡിനോട്ട് ചെയ്യുന്നതായിരിക്കില്ല ചോദിക്കുന്നുണ്ടായിരിക്കുക. കുറച്ചും കൂടി അബ്സ്ട്രാക്ട് ആയ, കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ ക്യൂ കാർഡ് ഒരു ആക്സിഡന്റിനെ പറ്റിയിട്ടുള്ളതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആ ക്യൂ കാർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ റോഡിലെ ആക്സിഡൻസ് കൂടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആക്സിഡൻസ് കൂടുന്നതിന് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അബ്സ്ട്രാക്ട് ആയിട്ട് വാസ്റ്റ് ആയിട്ട് നിങ്ങളടുത്ത് ചോദിക്കാം. ആൻഡ് ഇവിടെ നമ്മൾ ഒരു 30 സെക്കൻഡ് എബവ് എങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒരു 30 സെക്കൻഡ് എബവ് എങ്കിലും നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ലോങ് എന്ന് അർത്ഥം. ഓക്കെ, ആൻഡ് യുവർ ജോബ് ഈസ് ടു എക്സ്പ്രസ് ആൻഡ് ജസ്റ്റിഫൈ ആൻ ഒപ്പീനിയൻ. അപ്പോൾ കൂടുതൽ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പാർട്ട് 3 ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനും നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മളെടുത്ത് ചോദിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലെ. അതേസമയം ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ആൻഡ് ആ ആലോചിക്കുന്ന ആ ഐഡിയാസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന ഐഡിയാസിന് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടി അവിടെ മെഷർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഹൗ ഫാർ യു ആർ ഏബിൾ ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ അല്ലെങ്കിൽ യുവർ ഐഡിയാസ് എന്നുള്ളതാണ് അവിടെ നോക്കുന്നത് പാർട്ട് 3-ല്. ഓക്കെ, സോ പാർട്ട് 3 ഒബ്വിയസ്ലി എന്തായിരിക്കും, ഒരു ഡിസ്കഷൻ ആണ്. ആൻഡ് ഡിസ്കഷൻ ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദി ടോക്കിംഗ് ആരാ ചെയ്യുന്നത്? നമ്മുടെ കാൻഡിഡേറ്റ്സ് ആരാണോ, നിങ്ങളാണ്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ കാര്യങ്ങൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. എക്സാമിനർ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് മാത്രം, സപ്പോർട്ട് ഇൻ ദ സെൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരിക്കും എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഒരു 2-വേ ഡിസ്കഷൻ പോലെയാണ്. നമുക്കറിയാം പാർട്ട് 2 എന്താ, ഒരാൾ മാത്രമേ അവിടെ പറയുന്നുള്ളൂ അല്ലെ. അതിൽ എക്സാമിനർ നിങ്ങളെ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല. എന്താ, 2 മിനിറ്റ് നിങ്ങൾ തന്നെ പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതാണ്. പാർട്ട് 3 അങ്ങനെയല്ല. ഇഫ് എക്സാമിനർക്ക് ഇന്ററപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നു, അപ്പോ വൈ കാൻ യു എക്സ്പ്ലെയിൻ വൈ എന്ന് നിങ്ങളടുത്ത് ചോദിക്കാം എക്സാമിനറിന്. അപ്പൊ നിങ്ങൾ അതിനും കൂടി ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇറ്റ്സ് അപ് ടു ദ എക്സാമിനർ ആണ്. എക്സാമിനറിന് എന്തും ചോദിക്കാം ഇതിന്റെ ഇടയിൽ, മീൻസ് ഇന്ററപ്റ്റ് ചെയ്യാം എന്നർത്ഥം. ഓക്കെ, സോ അതാണ് സ്പീക്കിംഗ് പാർട്ട് 3 എന്ന് പറയുന്നത്. ഇനി സ്പീക്കിംഗ് പാർട്ട് 3-ല് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. കോമൺ ക്വസ്റ്റ്യൻ ടൈപ്സ് പറഞ്ഞാൽ നിങ്ങളടുത്ത് പാർട്ട് 3-ല് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ടൈപ്പുകൾ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. ഒരു സിറ്റുവേഷനെ കമ്പയർ ചെയ്യാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ വഴിയിൽ നോക്കും. ഓക്കെ, ദെൻ ഗിവ് ആൻ ഒപ്പീനിയൻ. അപ്പൊ നിങ്ങളടുത്ത് ഒരു കാര്യം തരും, എന്നിട്ട് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇമാജിൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇമാജിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളടുത്ത് ഇമാജിൻ ചെയ്ത് ആൻസർ പറയാൻ പറയും. ഓക്കെ, ഇങ്ങനത്തെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാർട്ട് 3-ൽ ഉണ്ടാവുക. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. എന്തെങ്കിലും കാര്യങ്ങളെ ഇപ്പോ എന്തെങ്കിലും മേ ബി ഇപ്പൊ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസിനെ കുറിച്ചിട്ട് ഒരു കമ്പാരിസൺ ആണ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഓൺലൈൻ ക്ലാസ് ആണോ ഓഫ്ലൈൻ ക്ലാസ് ആണോ നല്ലത് എന്ന് നിങ്ങളുടെ അടുത്ത് കമ്പയർ ചെയ്യാൻ പറയാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കാം, ഓൺലൈൻ ക്ലാസ് ആണ് നല്ലത്, എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം, അങ്ങനെ ഒരു ഒപ്പീനിയൻ നിങ്ങളടുത്ത് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കാം ഒന്ന്. അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഇങ്ങനെ പറയാം, ഒരു 50 വർഷത്തിന് ശേഷം ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെയൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങളടുത്ത് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ടാണ് ആൻസർ പറഞ്ഞു. ഓക്കെ, ആഫ്റ്റർ 50 years ഇതായിരിക്കാം സിറ്റുവേഷൻ എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് പറയണം. അപ്പൊ ഈ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 3-ൽ നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, now let's move on to the next slide and see an example of a compare and contrast question type. Okay, compare and contrast. How is the life different in cities compared to rural areas? Rural areas എന്ന് പറഞ്ഞാൽ എന്താ, വില്ലേജ് ഏരിയാസ് ആണല്ലേ. അപ്പൊ സിറ്റീസിന്റെ ലൈഫും പിന്നെ റൂറൽ ഏരിയാസിന്റെ ലൈഫും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിട്ടുള്ളത് എന്നാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പൊ റൂറൽ ഏരിയ എന്നുള്ള ലൈഫില് പിന്നെ സിറ്റീസിലുള്ള ലൈഫും നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ടാസ്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു അസസ്മെന്റ് ക്രൈറ്റീരിയ ഉണ്ടല്ലേ.
അതെന്താ, നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ്. സോ കമ്പാരിസൺ ആണ്. അപ്പൊ നിങ്ങൾ സിറ്റീസിനെ കുറിച്ച് മാത്രം പറഞ്ഞിരുന്ന നിങ്ങൾ റൂറൽ ഏരിയനെ കുറിച്ച് മെൻഷനേ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് ബാൻഡ് ലൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പോ റൂറൽ ഏരിയാസും സിറ്റീസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. ആൻഡ് ആൻസർ എങ്ങനെയാ കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ്ലി ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ സിറ്റീസ് ഇസ് മച്ച് ഹയർ. ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ കമ്പാരിസന്റെ വൊക്കാബുലറി ആണ്. ഓക്കെ, കമ്പാരിസൺ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറി ആണ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഹയർ എന്ന് പറയുമ്പോൾ എന്താ, ഒന്ന് മറ്റൊന്നിനേക്കാൾ ഹയർ ആണ്, കൂടുതലാണ് എന്നാണ് പറയുന്നത്. സോ ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ സിറ്റീസ് ഇസ് മച്ച് ഹയർ. സിറ്റീസിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ കൂടുതലാണ്. Housing is much more expensive in cities compared to rural areas. Everything costs more. കണ്ടോ എന്താ പറയുന്നത്? അപ്പോ റൂറൽ ഏരിയാസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പയർഡ് ടു റൂറൽ ഏരിയാസ്, സിറ്റീസിൽ എന്താണ്, അവിടെ താമസിക്കാനുള്ള ചിലവ് വളരെ കൂടുതലാണ്. കാരണം എല്ലാത്തിന്റെയും കോസ്റ്റ് എന്താ, വളരെ കൂടുതലാണ്. ഐ തിങ്ക് ലൈഫ് ഇൻ സിറ്റീസ് ഇസ് മോർ ഡിഫിക്കൾട്ട്. ഓക്കെ, സിറ്റീസിലുള്ള ജീവിതം ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയണം. Then there are more people, so there is more competition for jobs. Life is a lot slower in rural areas. അപ്പൊ നിങ്ങൾ സിറ്റീസിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ ആദ്യം കൊടുത്തു അല്ലെ. സിറ്റീസിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ ഹൈ ആണ്. ഹൗസിങ്ങിനുള്ള ചാർജ് അല്ലെങ്കിൽ അതിന്റെ റെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ആൻഡ് എല്ലാവരും ജോലി നോക്കി വരുന്ന ആളുകളാണ്. അപ്പോൾ മച്ച് കോമ്പറ്റീഷൻ ഫോർ ജോബ്സ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ സിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി റൂറൽ ഏരിയാസിനെ കുറിച്ച് പറയാണ്. ലൈഫ് ഇസ് എ ലോട്ട് സ്ലോവർ ഇൻ റൂറൽ ഏരിയാസ്. അപ്പൊ എന്താ, റൂറൽ ഏരിയാസിൽ ലൈഫ് കുറച്ചുകൂടി സ്ലോവർ ആണ്. എവ്രി വൺ നോസ് ഈച്ച് അതർ. പരസ്പരം തമ്മിൽ അറിയും. ആർക്ക്? എല്ലാവർക്കും റൂറൽ ഏരിയസിൽ പരസ്പരം തമ്മിൽ അറിയുന്നതാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം സിറ്റീസിലാവുമ്പോ അപ്പുറത്തുള്ള ഫ്ലാറ്റിൽ ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള അപ്പാർട്ട്മെന്റിൽ ആരാ ഉള്ളത് എന്ന് പോലും നമ്മള് അറിയുന്നില്ല അല്ലെ. ദെൻ I don't think rural areas experience the social problems that you find in cities like crime and homelessness. അപ്പോ റൂറൽ ഏരിയാസിനെ കുറിച്ച് പറയാണ് എന്ത്, അവിടെ ക്രൈം കുറവായിരിക്കും കമ്പയർഡ് ടു സിറ്റീസ്. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ പറഞ്ഞു, സിറ്റീസിനെയും റൂറൽ ഏരിയാസിനെയും നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ്. Reisa, for rural areas, can we say here countryside, ma'am? Yes, very good, Reisa. Yes. അപ്പൊ നിങ്ങൾക്ക് വൊക്കാബുലറി കൂടി ഒന്ന് മാറ്റി പിടിക്കാം അല്ലെ. ഫോർ റൂറൽ ഏരിയാസിന് നമുക്ക് എന്ത് പറയാം, കൺട്രി സൈഡ് എന്ന് കൂടെ പറയാം, വില്ലേജ് എന്ന് പറയാം അല്ലെ. എല്ലാം സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. എന്താ, കുറച്ചും കൂടി വൊക്കാബുലറി റേഞ്ച് കൂടുതൽ വരും. ഓക്കെ, വെരി ഗുഡ് റെയ്സ. അപ്പോ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഇൻസൈറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കമന്റിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താണ്, ഗിവ് ആൻ ഒപ്പീനിയൻ എന്നുള്ള ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് സീ. ഗിവ് ഒപ്പീനിയൻ. ഇപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുക. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. നിങ്ങളടുത്ത് ഇത് ചോദിച്ചു, റൂറൽ ഏരിയാസ് ആണോ സിറ്റീസ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചു. Then, how do you think life in big cities could be made easier? അത് എന്താണ്, ഹൗ ഡു യു തിങ്ക്, നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ലൈഫ് സിറ്റീസിലെ ലൈഫ് കുറച്ചും കൂടി എങ്ങനെ നമുക്ക് ഈസി ആക്കാൻ പറ്റും എന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് ചോദിക്കുന്നത്. അങ്ങനെ ഒബ്വിയസ്ലി നമുക്കിപ്പോ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് വരുന്ന വൊക്കാബുലറി നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ ഒപ്പീനിയന്റെ വരുമ്പോ എങ്ങനെയാ, ഒപ്പീനിയൻ നിങ്ങൾ ആദ്യം മെൻഷൻ ചെയ്യണം അല്ലെ. സോറി, അപ്പൊ ഒപ്പീനിയൻ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ ഇൻ മൈ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തു, എന്റെ ഒപ്പീനിയൻ ഇതാണ് എന്ന് പറയാണ്. സിറ്റീസ് നീഡ് ടു ബി വെൽ പ്ലാൻഡ്. സിറ്റീസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇറ്റ് ഷുഡ് ബി വെൽ പ്ലാൻഡ്. ഗുഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ക്യാൻ മേക്ക് ലൈഫ് ഈസിയർ. പിന്നെ എങ്ങനെ ലൈഫ് ഈസി ആക്കാം എന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ സോ മെനി പീപ്പിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്ട്രെസ്ഫുൾ ജസ്റ്റ് ടു മൂവ് അറൌണ്ട്. നമുക്കറിയാം അല്ലെ, ഇപ്പൊ നമുക്ക് കൊച്ചിയുടെ ഒരു ഇൻസിഡന്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം അല്ലെ, കൊച്ചിയുടെ ട്രാഫിക് എത്രത്തോളം ഫേമസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഗുഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ സിറ്റീസ് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യണം. കാരണം ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ക്രൗഡഡ് ആണ്. അപ്പോൾ ജസ്റ്റ് മൂവ് അറൌണ്ട് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെ ഈസി ആക്കാം സിറ്റീസിലെ ലൈഫ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ സൊല്യൂഷൻ പറയാണ് എന്ത്, എന്റെ അഭിപ്രായത്തില്
കുറച്ച് വെൽ പ്ലാൻഡ് ആവണം. ആൻഡ് ഓൾസോ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് കുറച്ചും കൂടി അവൈലബിൾ ആക്കണം, ട്രാൻസ്പോർട്ട് സിസ്റ്റം കുറച്ചും കൂടി അവൈലബിൾ ആക്കണം, കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആക്കണം എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറയാണ്. ഓക്കെ, public areas like parks are also important because people need space to relax, and I think cities should be made into healthier places to live and work. ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെ സിറ്റീസിൽ ലൈഫ് ഈസി ആക്കാം എന്ന് ചോദിച്ചപ്പോ അതിന് നമ്മൾ സൊല്യൂഷൻ പറയാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ബെറ്റർ ആക്കാം. ആൻഡ് ഓൾസോ നമുക്കറിയാം സിറ്റീസ് എന്ന് പറയുമ്പോൾ വളരെ ക്രൗഡഡ് ആണ്. നമുക്കിപ്പോ റൂറൽ ഏരിയ ആണെങ്കിൽ ഒരു പാടോ ഒരു തോടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ, അപ്പൊ അവിടെയൊക്കെ നമുക്ക് പോയി ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്പേസസ് ഉണ്ട്. പക്ഷെ സിറ്റീസിൽ നമുക്കൊരു അടുക്കി ബിൽഡിങ്സ് ആയിരിക്കും. അപ്പോൾ ഒരു പാർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്തിനാ? ഒരു സ്പേസ് ഫോർ റിലാക്സിങ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ആൻഡ് ഓൾസോ എന്താ പറയുന്നത്, ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ടു ഹെൽത്തിയർ places to live and work. Okay, so healthier places to live and work എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഡൽഹി പോലുള്ള സിറ്റീസ് ഒക്കെ എടുത്തു നോക്കിയാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഹൈലി പൊല്യൂട്ടഡ് അല്ലെ. അപ്പൊ ആ ഒരു ഒപ്പീനിയൻ കൂടി നിങ്ങൾക്ക് പറയാം, ദാറ്റ് പൊല്യൂഷൻ കുറയ്ക്കണം, ഹെൽത്തിയർ വേസ് ഓഫ് ലിവിങ് ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അത്രയും 3 ഒപ്പീനിയൻ, നിങ്ങളുടെ 3 സൊല്യൂഷൻ വെച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തു. ദിസ് ഇസ് ജസ്റ്റ് എ സാമ്പിൾ ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒപ്പീനിയൻ നൽകേണ്ടത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് സീ ഇമാജിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇമാജിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാന്ന് വെച്ചാല് വാട്ട് ഡു യു തിങ്ക് സിറ്റീസ് വിൽ ബി ലൈക്ക് ഇൻ 50 years? അപ്പോ 50 yearsൽ സിറ്റീസ് എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങളടുത്ത് ഇമാജിൻ ചെയ്യാൻ പറയാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം നോക്കി കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, പിന്നെ നോക്കി ഒപ്പീനിയൻ നൽകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഇമാജിൻ ചെയ്യാനാണ്, മീൻസ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് അല്ലെ. 50 വർഷം കഴിഞ്ഞാല് സിറ്റീസ് എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആഫ്റ്റർ 50 years എങ്ങനെയായിരിക്കും സിറ്റീസ് എന്ന് നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം, കുറച്ചും കൂടി ഫ്യൂച്ചർ ടെൻസിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് വൊക്കാബുലറി നമ്മൾ ഇതിൽ യൂസ് ചെയ്യണം അല്ലെ. So, what do you think cities will be like in 50 years? Imagine, okay, ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഐ തിങ്ക് ദാറ്റ് എന്ന് പറയാം, ഓർ ഐ ഇമാജിൻ. അപ്പോ ഇമാജിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇമാജിൻ ചെയ്യുന്നത് ഇന്നതാണ്, ലൈക്ക് സിറ്റീസ് വിൽ ബി ലെസ് പൊല്യൂട്ടഡ്. ഓക്കെ, ബിക്കോസ് we will have electric cars and better public transport. will എന്ന് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ടെൻസ് ആണ് അല്ലെ. അത് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളത് പറയുമ്പോഴാണ് നമ്മൾ will യൂസ് ചെയ്തിട്ട് പറയുന്നത്. സോ നമ്മൾ പറയാണ് കുറച്ചുകൂടി സിറ്റീസ് എന്തായിരിക്കും, ലെസ് പൊല്യൂട്ടഡ് ആയിരിക്കും. ആൻഡ് വി വിൽ ഹാവ് ഇലക്ട്രിക് കാർസ് ആൻഡ് ബെറ്റർ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയാണ്. അപ്പൊ ഇലക്ട്രിക് കാറുകൾ വരും, കുറച്ചും കൂടി പബ്ലിക് ട്രാൻസ്പോർട്ട്, ഇപ്പൊ CNG ഒക്കെ യൂസ് ചെയ്യുന്ന നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓട്ടോ എല്ലാം ഉണ്ടല്ലേ. ബസ്സൊക്കെ ഇപ്പൊ ഡൽഹിയിലൊക്കെ നമുക്കറിയാം CNG വെഹിക്കിൾസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വിത്തിൻ ദ സിറ്റി. അതെന്തുകൊണ്ടാ? ലെസ് പൊല്യൂഷൻ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ്. ദെൻ മോർ പീപ്പിൾ മൈറ്റ് വർക്ക് ഫ്രം ഹോം. മൈറ്റ് എന്നുള്ളതും അവരങ്ങനെ ചെയ്യാനൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഫ്യൂച്ചർ ടെൻസ് ആണ്. മൈറ്റ് വർക്ക് ഫ്രം ഹോം, സോ മേ ബി സിറ്റീസ് വോണ്ട് ബി സോ ബിസി. ഇപ്പൊ നമുക്കറിയാം പാൻഡമിക് ഒക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടി വർക്ക് ഫ്രം ഹോം ഒക്കെ എഫക്റ്റീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലായല്ലേ. അത് ഹോൾ വേൾഡിന് കുറച്ചും കൂടി വർക്ക് ഫ്രം ഹോമിലും കാര്യം നടക്കും എന്നുള്ളത് മനസ്സിലായി. സോ മോർ പീപ്പിൾ മേ സ്റ്റാർട്ട് വർക്കിംഗ് ഫ്രം ഹോം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ബിസി ആയിട്ടുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസ് കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. Then, but I think there will probably still be problems because more and more people are migrating to cities. So I'm not so optimistic about issues like crime, homelessness and unemployment. ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പൊ 50 വർഷത്തിന് ശേഷം എന്തായിരിക്കും സിറ്റീസിന്റെ അവസ്ഥ എന്ന് നിങ്ങളടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ലെസ് പൊല്യൂട്ടഡ് ആവാം. പോസിറ്റീവ് ആയിട്ട് പറയാം, നെഗറ്റീവ് ആയിട്ടും പറയാം. അപ്പൊ പറഞ്ഞു ലെസ് പൊല്യൂട്ടഡ് ആവാം, അതിന് ഇന്ന കാരണങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം പ്രതീക്ഷയില്ല. അതായത് ക്രൈം, ഹോംലെസ്നെസ്, അൺഎംപ്ലോയ്മെന്റ് ഇതൊക്കെ ഈ ഇഷ്യൂസ് കുറയും ഭാവിയിൽ എന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്ന് കൂടി ആഡ് ചെയ്യാണ്. അപ്പൊ എന്താ 50 വർഷത്തിന് ശേഷം സിറ്റീസ് എങ്ങനെയായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്ത് ഫ്യൂച്ചർ ടെൻസിൽ ഫ്യൂച്ചർ വൊക്കാബുലറി യൂസ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്തത് അല്ലെ.
Reisa, your question is not clear. Can you please comment again? Okay. So, ഇപ്പം ക്വസ്റ്റ്യൻ ടൈപ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Compare and contrast and also give opinion and imagine. Okay. അപ്പൊ ഈ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, കുറച്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് അതിന്റെ വൊക്കാബുലറി യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ ഓക്കെ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലോങ് ആൻസേഴ്സ് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം സെന്റൻസസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പൊ പാർട്ട് 1ന്റെ ആൻസർ പോലെ അത്ര സിമ്പിൾ അല്ല പാർട്ട് 3യുടെ ആൻസർ നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പോ പാർട്ട് 3യുടെ ആൻസേഴ്സ് ലോങ് ആൻസേഴ്സ് ആയിരിക്കണം. 30 സെക്കൻഡ്സ് അബവ് എങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം. ഓക്കെ സോ എങ്ങനെ ലോങ് ആൻസേഴ്സ് കൊടുക്കാം എന്നാണ് നോക്കുന്നത്. സോ ഗിവ് റീസൺ. ഫസ്റ്റ് വൺ എന്താ, ഗിവ് റീസൺ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഇന്നതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു. അപ്പൊ പറയാണ് സിറ്റീസ്, നിങ്ങളടുത്ത് ചോദിച്ചു 50 വർഷം കഴിഞ്ഞാൽ സിറ്റീസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളടുത്ത് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു സിറ്റീസ് കുറച്ചും കൂടി ലൈഫ് ഈസിയർ ആയിരിക്കും 50 വർഷം കഴിഞ്ഞാല്. വൈ? അത് നിങ്ങളുടെ റീസൺ നിങ്ങൾ കൊടുക്കണം. നെക്സ്റ്റ് സെന്റൻസ് നിങ്ങൾ എന്ത് കൊടുക്കണം? റീസൺ ഷുഡ് ബി ഗിവൺ. ഓക്കെ ദെൻ എക്സ്പ്ലെയിൻ ദ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ അപ്പോ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതിനുള്ള റീസൺ നിങ്ങൾ കൊടുത്തു. ഇനി അതല്ലെങ്കിൽ എന്താവാം, അത് നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ സോ എക്സ്പ്ലെയിൻ ദ ഓൾട്ടർനേറ്റീവ്സ്. അതല്ലെങ്കിൽ എന്താവാം ചാൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറച്ചും കൂടി ഈസി ആയിരിക്കും കാരണം ഇലക്ട്രിക് കാറുകൾ ഇറങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു 50 വർഷത്തിന് ശേഷം സിറ്റീസിലുള്ള ജീവിതം ഇറ്റ് വുഡ് ബി ഈസി. ഓക്കെ ദെൻ വൈ എന്ന് നമ്മൾ ആൻസർ ചെയ്യാണ്. ബിക്കോസ് കുറച്ചും കൂടി പബ്ലിക് ട്രാൻസ്പോർട്ട് മെച്ചപ്പെടും ആൻഡ് ഓൾസോ നമ്മൾ എന്ത് പറയാണ് ഇലക്ട്രിക് കാറുകൾ ഇറങ്ങും എന്നൊക്കെ പറയാണ്. ഇനി അതല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അതിന്റെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയും. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ്, അതിന്റെ എതിർവശം എന്താണെന്ന് പറയാണ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ, ഇനി ഇലക്ട്രിക് കാർസ് ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? സിറ്റീസ് വിൽ ബി മോർ പൊല്യൂട്ടഡ് എന്ന് നിങ്ങൾ പറയാണ്. ഇനിയിപ്പോ അത് ഇറങ്ങുന്നില്ലെങ്കിൽ കുറച്ച് പൊല്യൂട്ടഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പൊ ഡൽഹിയിലെ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, നമ്മൾ പറഞ്ഞു ഫോർ എക്സാമ്പിൾ ഇൻ ഡൽഹി പൊല്യൂഷൻ കാരണം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് CNG ടൈപ്പ് വെഹിക്കിൾസ് ഇറങ്ങുന്നത് കൊണ്ടാണ് കുറച്ചും കൂടി കൺട്രോളബിൾ ആയിട്ട് പോകുന്നത് എന്നൊരു എക്സാമ്പിൾ കൂടി നിങ്ങൾ ആഡ് ചെയ്യാം. ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് പാർട്ട് 3യുടെ ആൻസർ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ആദ്യം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയാ ആൻഡ് അതിനെ ബാക്ക് ചെയ്യാൻ നിങ്ങൾ ഒരു റീസൺ കൊടുക്കുക ആൻഡ് ദെൻ എക്സ്പ്ലെയിൻ ദ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ നമ്മൾ പറഞ്ഞ അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കുക. ദെൻ ഒരു എക്സാമ്പിൾ കൂടി കൊടുക്കുക. ഓക്കെ ദെൻ നമുക്ക് സാമ്പിൾ ആൻസർ നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് സീ സാമ്പിൾ ആൻസർ. ഓക്കെ ഡു യു തിങ്ക് സ്കൂൾ ചിൽഡ്രൻ ഷുഡ് ബി എൻകറേജ് ടു ഹാവ് ദെയർ ഓൺ ഐഡിയാസ് എന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ ഇപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞു സ്കൂൾ ചിൽഡ്രൻ. ഇപ്പൊ നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം സ്കൂൾ ചിൽഡ്രനെ പൊതുവെ ഡിസിഷൻസ് എടുക്കുന്നത് ആരാ? പാരന്റ്സ് ഓർ അഡൾട്ട്സ് ആണ് അല്ലെ. കെയർ ഗീവേഴ്സ് ആരാണോ അവരാണ് കുട്ടികൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കുന്നത്. അപ്പോ നമ്മളടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? സ്കൂൾ ചിൽഡ്രന് അവരുടേതായ അഭിപ്രായങ്ങൾ വേണം അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് ചാൻസ് കൊടുക്കണം എന്നാണെങ്കിൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്? ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്കെ ഐ തിങ്ക് എന്റെ അഭിപ്രായമാണ് പറയുന്നത് വി ഷുഡ് അലോ ചിൽഡ്രൻ ടു ബി ക്രിയേറ്റീവ് ആൻഡ് ഹാവ് ദെയർ ഓൺ ഐഡിയാസ്. അപ്പൊ ഞാൻ പറഞ്ഞു വി ഷുഡ് അലോ ചിൽഡ്രൻ ടു ബി ഇൻഡിപെൻഡന്റ് എന്ന് പറയാണ്. അവർക്ക് അവരുടെ ഓൺ ഐഡിയാസും അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം എന്ന് ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു. ഇനി അതിനുള്ള കാരണം ഞാൻ പറയാണ്. എന്താണ്? ചിൽഡ്രൻ need to develop the ability to think for themselves and solve problems. Okay അപ്പോ അവർക്ക്
എന്താ അവരുടേതായ ഒരു എബിലിറ്റി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്ന് ഒരു റീസൺ പറഞ്ഞു. ഇനി അതിനുള്ള ഒരു റീസൺ പറയാണ്, ബിക്കോസ് ആസ് അഡൾട്ട്സ് ദേ വിൽ നോട്ട് ഓൾവേസ് ഹാവ് സംബഡി ടു ഗൈഡ് ദം ഓർ ടെൽ ദം വാട്ട് ടു ഡു. നമ്മൾ വലുതായി കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് പലപ്പോഴും നമ്മൾക്ക് ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് ഒപ്പീനിയൻ എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാ? നമുക്ക് സ്വന്തം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സ്വന്തം ചിന്തിക്കാനും ഡിസിഷൻ എടുക്കാനും ഉള്ള ഓപ്പർച്യൂണിറ്റി തരാത്തത് കൊണ്ടാണ്. സോ പറയാണ്, സ്വന്തം ചിന്തിക്കാനുള്ളത് കൊടുക്കണം. കാരണം അഡൾട്ട് ആയി കഴിഞ്ഞാൽ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കില്ല, സ്വയം ഡിസിഷൻ എടുക്കേണ്ടി വരും എന്ന് പറയാം. ഇനി അതിന്റെ ഓൾട്ടർനേറ്റീവ് പറയാണ്, ഇനി അങ്ങനെ നമ്മൾ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ, ഇഫ് വി ഡോണ്ട് അലോ ചിൽഡ്രൻ ടു ഹാവ് ദെയർ ഐഡിയാസ് ദേ വിൽ ബി ലെസ് സക്സസ്ഫുൾ ഇൻ അഡൾട്ട് വേൾഡ് ആൻഡ് ദേ വിൽ be too reliant on others. Okay, അപ്പൊ അഡൾട്ട് വേൾഡിൽ അവർ അഡൾട്ട് ആയി കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അവർക്ക് സക്സസ്ഫുള്ളി ജീവിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരോട് റിലയന്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും, ബാക്കിയുള്ളവരെ കൂടുതൽ റിലൈ ചെയ്ത് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർ ജീവിക്കുക എന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ എക്സാമ്പിൾ കൊടുക്കുകയാണ്, എ ഡോക്ടർ ഫോർ എക്സാമ്പിൾ മൈറ്റ് എൻകൗണ്ടർ എ സിറ്റുവേഷൻ ദാറ്റ് he or she hasn't been trained for but will still be expected to make a decision that could save someone's life. Okay, അപ്പൊ എന്താ പറഞ്ഞ ഈ ഒരു ആൻസറിൽ നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് സ്വയം ചിന്തിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു ചാൻസ് കൊടുക്കണം. കാരണം എന്താ? കാരണം അവർക്ക് സ്വയം ചിന്തിക്കാനുള്ള ചാൻസ് കൊടുത്താലാണ് അവർ അഡൾട്ടായി മാറുമ്പോഴും അവർക്ക് സക്സസ്ഫുള്ളി ലീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇനി അത് നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ, ഓൾട്ടർനേറ്റീവ് മെൻഷൻ ചെയ്തു, അത് കൊടുക്കുന്നില്ല എങ്കിൽ അവർ അഡൾട്ട് ആയി കഴിഞ്ഞാലും ബാക്കിയുള്ളവരെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞു, ഓൾട്ടർനേറ്റീവ് മെൻഷൻ ചെയ്തു. ഇനി നമ്മൾ എക്സാമ്പിൾ കൊടുത്തു, ഒരു ഡോക്ടർക്ക് പല കാര്യങ്ങളും അവർ അവരുടെ കോളേജിൽ പഠിക്കാത്ത കാര്യങ്ങൾ പല സിറ്റുവേഷൻസും അവർക്ക് വരും അല്ലെ. അപ്പൊ സ്വയം യുക്തിക്ക് നിരക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റണമെങ്കിൽ എന്താണ്, ആസ് എ ചൈൽഡ് അല്ലെങ്കിൽ ആസ് എ സ്കൂൾ സ്റ്റുഡന്റ് he or she should have gotten the opportunity to think for himself or herself. ഓക്കെ, അപ്പൊ സ്വയം ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ അവർക്ക് കൊടുത്തിരിക്കണം എന്നിട്ട് ഒരു ഡോക്ടറുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാണ്. മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അവർ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് അവർ നേരിടേണ്ടി വരും. അപ്പൊ ഒരു യുക്തി അനുസരിച്ച് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവർക്ക് ആദ്യം മുതലേ ചെറുപ്പം മുതലേ എന്ത് വേണം, ആ ഒരു എബിലിറ്റി വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ്, ദെൻ റീസൺ, ദെൻ ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് കൊടുക്കാം ആൻഡ് ഓൾസോ എക്സാമ്പിളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മുടെ പാർട്ട് 3യുടെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇനി ഇതിങ്ങനെ മെമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലും യു ഷുഡ് നോട്ട് ബി വെറിയിങ്. ഓക്കെ, ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ ആയി കഴിഞ്ഞാൽ തന്നെ എന്തായി, അത്യാവശ്യം ലോങ് ആൻസർ ആയി അല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം, ഇങ്ങനെയാണ് എന്റെ ഒപ്പീനിയൻ, അതിന് ഇതാണ് കാരണം, ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ആൻഡ് ഓൾസോ എക്സാമ്പിൾ, നമ്മുടെ പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു എക്സാമ്പിൾ കൂടി യൂസ് ചെയ്ത് അത്യാവശ്യം ഒരു ലോങ് ആൻസർ ആയി ആൻഡ് കുറച്ചും കൂടി ഇംപ്രസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും അല്ലെ. Okay, now let's move on to the next slide and see the importance of tenses. Tense important ആണോ എന്നാണ്. അപ്പോൾ നമ്മൾ ഗ്രാമർ സെഷനിൽ ടെൻസസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ ഒരു സ്റ്റുഡന്റ് ചോദിച്ചതാണ് ലൈവില്, ഐ ഗസ് ലൈവിലാണ് ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഓർ പേഴ്സണലി ആണോ ചോദിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെൻസസ് നമുക്ക് സ്പീക്കിംഗ് റൈറ്റിംഗിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അല്ലെ, ടെൻസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി സ്പീക്കിംഗിൽ നമുക്ക് ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. പറയുന്നത് എന്താണ് എന്ന് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ടെൻസ് കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഡിഡ് പീപ്പിൾ ഹാവ് ഹെൽത്തിയർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഇൻ ദ പാസ്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ പണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുറച്ചു കാലം മുന്നേ വരെ പീപ്പിളിന്, നമ്മുടെ പണ്ടത്തെ ആൾക്കാർക്ക് ഹെൽത്തിയർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നോ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് നമ്മുടെ ഒപ്പീനിയൻ ആണ് നമ്മളെടുത്ത് ചോദിക്കുന്നത് അല്ലെ. നമ്മളെടുത്ത് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, പാസ്റ്റ് കുറച്ചും കൂടിയും ഹെൽത്തി ആയിട്ട് ആൾക്കാർ ഭക്ഷണം കഴിച്ചിരുന്നോ എന്ന് നമ്മളെടുത്ത് ചോദിക്കുകയാണ്. അതെങ്ങനെയാണ്? യെസ്, people generally had healthier eating habits in the past. അപ്പൊ yes or no ക്വസ്റ്റ്യൻ നമ്മൾ യെസ് ആണോ നോ ആണോ എന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു,
ക്ലാരിഫൈ ചെയ്തു. ഇനി നമ്മൾ അതിന്റെ റീസൺ പറയാണ്. ട്രഡീഷണൽ ഡയറ്റ്സ് ഫോക്കസ്ഡ് മോർ ഓൺ ഹോൾ ഫുഡ്സ് ആൻഡ് ഹോം കുക്ക്ഡ് മീൽസ് വിത്ത് ഫ്യൂർ പ്രോസസ്ഡ് ഫുഡ്. നമുക്കറിയാം അല്ലെ, പണ്ടത്തെ ആൾക്കാർ കുറച്ചും കൂടി ട്രഡീഷണൽ ഫുഡ് എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്? അവര് ഭക്ഷണം പാകം ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാ? വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്, ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. പ്രോസസ്ഡ് ഫുഡ്സ് വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ പറയാണ്, ഹോം മെയ്ഡ് സൂപ്പ് എന്നുള്ള ഒരു എക്സാമ്പിൾ പറയാണ്. മെയ്ഡ് ഫ്രം ഫ്രഷ് ലോക്കലി സോഴ്സ്ഡ് ഇൻഗ്രീഡിയൻസ് വിത്ത് ലിറ്റിൽ ടു നോ processed additives. This led to lower prevalence of diet related health issues. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ മെൻഷൻ ചെയ്തു. എന്താണ്? സൂപ്പ് ഒരു മേജർ ഭക്ഷണമായിരുന്നു. ആ സൂപ്പ് എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അതിൽ എന്തുണ്ടായിരുന്നില്ല? അഡിറ്റീവ്സ് ഉണ്ടായിരുന്നില്ല, മീനിങ് പ്രിസർവേറ്റീവ്സോ ഇപ്പൊ നമ്മൾ കളറൊക്കെ ആഡ് ചെയ്യില്ലേ ചില സമയത്ത്, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു? കുറച്ചുകൂടി ഹെൽത്തി ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ ഓൾട്ടർനേറ്റീവ് മെൻഷൻ ചെയ്തിട്ടില്ല, ബട്ട് യു ക്യാൻ ആഡ് ദാറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് പറയാം, പക്ഷെ എന്താ വീട്ടില് അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ത് പറയാം നമുക്ക്? നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ ഫുഡ് ഇങ്ങനെ വീട്ടിൽ കൃഷി ചെയ്തിട്ടുള്ള ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് എന്ത് പറയാം? പക്ഷെ അങ്ങനെ എല്ലാ ഫുഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റില്ല അല്ലെ. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പല ന്യൂട്രിയൻസും നഷ്ടപ്പെട്ടു പോവാൻ ചാൻസ് ഉണ്ട്. അതുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, പല ന്യൂട്രിയൻസും നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. എല്ലാതും നമ്മുടെ ആ ഒരു ക്ലൈമറ്റിന് മാച്ച് ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ സൂപ്പിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഉണ്ടാവും, അതല്ലാതെ പുറത്തുനിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ്, ഇത് നമ്മളിപ്പോ പാസ്റ്റ് ടെൻസിലാണ് ആൻസർ ചെയ്തത്. ഓക്കെ, ജനറലി ഹാഡ്. ഓക്കെ, ഹാഡ് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. ഫോക്കസ്ഡ് നമ്മൾ പാസ്റ്റ് ഫോം ഓഫ് വേർബ് ആണ് യൂസ് ചെയ്തത്. പാസ്റ്റ് ടെൻസ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വെനസ്ഡേ ലൈവ് സെഷൻസിൽ ഗ്രാമറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് വേർ, ഹോം മെയ്ഡ് സൂപ്സ് വേർ, WERE വേർ, ഇതൊക്കെ എന്താണ്? പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പാസ്റ്റ് വൊക്കാബുലറി, പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ് പാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് സീ ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെയാണെന്നുള്ളത്. വിൽ പീപ്പിൾ അഡോപ്റ്റ് ഹെൽത്തിയർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയാണ്, ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഹെൽത്തിയർ ഈറ്റിംഗ് ഹാബിറ്റ്സ് പീപ്പിള് കൂടുതൽ അഡോപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ ആൻസർ എങ്ങനെ വരണം? ഫ്യൂച്ചറിസ്റ്റിക് ആൻസർ വരണം. ഓക്കെ, നമ്മൾ ഇമാജിൻ എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഐ ബിലീവ് പീപ്പിൾ വിൽ സ്ട്രൈവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലാണ് ആൻസർ ചെയ്യുന്നത്. ഫോർ ഹെൽത്തിയർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പൊ ഫ്യൂച്ചറിൽ ഹെൽത്തിയർ ഈറ്റിംഗ് ഹാബിറ്റ്സ് തന്നെയായിരിക്കും വരുന്നത് എന്നാണ് എന്റെ ഒരു ബിലീഫ്. ആസ് അവയർനെസ് ഓഫ് അതെന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ പറയാണ്. ബിക്കോസ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്, ബോധവൽക്കരണം കൂടി വരുമ്പോ തന്നെ എന്താണ്, there is a trend towards more conscious eating choices. അപ്പോ ഭാവിയിൽ ആൾക്കാർ കൂടുതൽ ഹെൽത്തി ഫുഡ്സ് കഴിക്കും. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു. കാരണം ന്യൂട്രീഷനെയും ഹെൽത്തിനെയും കുറിച്ചിട്ടുള്ള നോളജ് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള അവയർനെസ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് എന്താണ് കഴിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടാണ്, കോൺഷ്യസ് ആയിട്ടാണ് കഴിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ കൊടുക്കുകയാണ് ഓർഗാനിക് ഫുഡ്സ്. ഓക്കെ, നമ്മളിപ്പോ ഈ ജൈവ കൃഷി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഓർഗാനിക് പ്രൊഡ്യൂസ്. ആസ് പീപ്പിൾ ബിക്കം മോർ അവെയർ ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് പെസ്റ്റിസൈഡ് ഫ്രീ ആൻഡ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഫുഡ്സ്. അപ്പൊ അതിന്റെ റീസൺ പറയാണ്, നമ്മൾ പറഞ്ഞു ഹെൽത്തി ആയിട്ടായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുക എന്ന് പറഞ്ഞു അല്ലെ. ഹെൽത്തി ആയിട്ടായിരിക്കും ആളുകൾ കഴിക്കുന്നുണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഓർഗാനിക് പ്രൊഡ്യൂസ് കണ്ടില്ലേ, എന്താ ഓർഗാനിക് പ്രൊഡ്യൂസിൽ പെസ്റ്റിസൈഡ് ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഫുഡാണ്, അതുകൊണ്ട് എന്താ കീടനാശിനി ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടി ഹെൽത്തി ആണ് എന്നുള്ള ആ ഒരു ട്രെൻഡ് വളർന്നു വന്നതോടുകൂടി നമ്മുടെ ഒരു എക്സാമ്പിൾ കൊടുത്തു. ഇതൊരു ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് പ്രൊവൈഡ് ചെയ്യാം? ബട്ട് സ്റ്റിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്താ, നമുക്ക് പല മൾട്ടിനാഷണൽ കമ്പനികളും ജങ്ക് ഫുഡ്സ് നമുക്ക്
പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പോകുന്ന വഴികളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ എന്ത് കാണുകയാണെങ്കിലും ഒക്കെ ഇതിന്റെ ആഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറയാം. അപ്പൊ ഫ്യൂച്ചറിൽ ഇത്രയും മൾട്ടിനാഷണൽ കമ്പനീസ് പൊങ്ങി വരുമ്പോൾ, ഇപ്പൊ മാക്ഡൊണാൾഡ്സിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അങ്ങനെ ഓരോ കമ്പനികൾ പൊങ്ങി വരുമ്പോ എന്താണ് അതിന് നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഇസ് നോട്ട് ഈസി. സോ എന്താ പറയാ, ഈറ്റിംഗ് ഹെൽത്തി ഇസ് നോട്ട് ഈസി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പാർട്ട് 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. അപ്പൊ പാസ്റ്റ് ടെൻസിലാണോ ക്വസ്റ്റ്യൻ ഉള്ളത്, ഫ്യൂച്ചർ ടെൻസിലാണോ ക്വസ്റ്റ്യൻ ഉള്ളത് ഇസ് റിയലി റിയലി ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാ അതങ്ങനെ ചോദിക്കുന്നത് തന്നെ? എന്തിനാ, നിങ്ങൾക്ക് ടെൻസസ് അറിയുന്നുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്റ്റിൽ അല്ലെങ്കിൽ അവർക്ക് ഒരേപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പോരെ. അപ്പൊ ഈ ഒരവസരത്തിൽ നിങ്ങളുടെ ടെൻസ് വളരെ കൃത്യമായിട്ട് എക്സാമിനർ നോട്ട് ചെയ്യും. ഓക്കെ, നിങ്ങളിപ്പോ ഒരു പാസ്റ്റ് കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നുണ്ടോ, പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ എക്സാമിനർ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യും. ഓക്കെ, so I hope it is clear to you. Ma'am, what if we don't know example? എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ യു ക്യാൻ മേക്ക് അപ്പ് എൻ എക്സാമ്പിൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ എക്സാമ്പിൾ വേണമെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാം. ഇപ്പൊ ജനറൽ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിറ്റീസിലെ ട്രാൻസ്പോർട്ടിന്റെ കാര്യം, ഇപ്പൊ ഡൽഹിയുടെ എക്സാമ്പിൾ നിങ്ങൾക്ക് ജനറൽ എക്സാമ്പിൾ ആണ്. ഡൽഹിയിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ എക്സാമ്പിൾ യൂസ് ചെയ്യാം. ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോയപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി, അല്ലെങ്കിൽ ഈ ഒരു ക്രൗഡഡ് ആയ കാരണം ഒരുപാട് സ്മോക്ക് വരുന്നത് ഞാൻ കണ്ടു, അത് ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പേഴ്സണൽ എക്സാമ്പിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ദാറ്റ് വിൽ നോട്ട് ബി എൻ ഇഷ്യൂ. ഇപ്പം ഇങ്ങനത്തെ ജനറൽ ആയ ഭയങ്കര ഇന്റലക്ച്വൽ ആയ എക്സാമ്പിൾ തന്നെ കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിലും എക്സാമ്പിൾ കൊടുക്കാം. ഓക്കെ, ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സ്പീക്കിംഗ് ഡിസ്കഷൻ വരുന്നത്. നമ്മളിപ്പോ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്തത്. സ്പീക്കിംഗ് പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയൊക്കെ വരും എന്ന് നമ്മൾ നോക്കി. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ടെൻസസ് നമ്മൾ നോക്കി. ആൻഡ് ഓൾസോ ഒരു ജനറിക് ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തന്നു. യു ക്യാൻ ഫോളോ ദാറ്റ്. ഇനിയിപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ചിട്ട് ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. ഓക്കെ, ഇപ്പൊ ഓക്കെ, ആദ്യം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ദെൻ റീസൺ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടാണ് ഓൾട്ടർനേറ്റീവ് പറഞ്ഞത്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് പറഞ്ഞിട്ടാണ് എക്സാമ്പിൾ കൊടുത്തത്, അതൊന്നും ഇഷ്യൂ ഇല്ല. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഷുഡ് ബി കറക്റ്റ്. നിങ്ങളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണ് എന്നുള്ളതും എക്സ്പ്രസ് ചെയ്യാൻ യു ഷുഡ് ബി ഏബിൾ. ഓക്കെ, ഓക്കെ, ദെൻ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ടു യു. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഞാൻ ഏതെങ്കിലും കമന്റ് വായിക്കും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. യു ക്യാൻ മെസ്സേജ് ഇൻ ദ നമ്പർ ദാറ്റ് ഇസ് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഓക്കെ, ദെൻ all the best. Keep practicing. ഇനി നെക്സ്റ്റ് ലൈവില് നമുക്ക് കാണാം. Till then, bye bye.